നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 48 വർഷത്തെ ഏതാണ്ട് നൂറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതം അവസാനിപ്പിച്ചാണ് കഥാവശേഷനാവുന്നത്. അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് ബിരുദം നേടിയതിന് ശേഷമാണ് അദ്ദേഹം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയം പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം പഠിച്ചത് അഭിനയമാണ് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. 1977 PA ബക്കറിൻ്റെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറുന്നത്. അരവിന്ദൻ്റെയും KG ജോർജിൻ്റെയും അടക്കമുള്ള സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. പഞ്ചവടിപ്പാലത്തെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ പലർക്കും ഏറ്റവും ഒടുവിൽ സങ്കടത്തോടെയും പഞ്ചവടിപ്പാലം ഒരു കടുത്ത രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യമായിരുന്നു. മമ്മൂട്ടി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മമ്മൂട്ടിയുടെയും കരിയറിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ശ്രീനിവാസൻ്റേതായിട്ടുണ്ട്. ശ്രീനിവാസനൊപ്പവും ശ്രീനിവാസൻ തിരക്കഥ എഴുതിയുമൊക്കെ ഉള്ള നിരവധി മമ്മൂട്ടി ചിത്രങ്ങൾ നമ്മൾ ആവർത്തിച്ച് നേരത്തെ അഴകിയ രാവണൻ കാണുകയുണ്ടായി. അഴകിയ രാവണനും അതുപോലെ തന്നെ മഴയത്തും മുംബൈയും കഥ പറയുമ്പോഴും അടക്കം മമ്മൂട്ടി അഭിനയിച്ച പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ശ്രീനിവാസൻ്റെ സാന്നിധ്യമോ ശ്രീനിവാസൻ്റെ കഥയും തിരക്കഥയുമുള്ള ചിത്രങ്ങളുണ്ട്. ഒപ്പം അഭിനയിച്ച ചിത്രങ്ങളുണ്ട്. മമ്മൂട്ടി, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി, സുഹൃത്തിന് സതീർത്ഥ്യന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ആ ദൃശ്യങ്ങളാണ് കണ്ടത്. മമ്മൂട്ടി, മലയാളത്തിൻ്റെ മഹാനടൻ, മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ അശോക് കുമാറിനെയും ബാലനെയും ഓർമ്മയുണ്ടാവും. അശോക് കുമാറിനെ കണ്ട് കണ്ണീരണിഞ്ഞ "നീ ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുന്നുണ്ടോ" എന്ന് ചോദിച്ച ബാലൻ. അങ്ങനെ അശോക് കുമാർ ബാലനെ കാണാൻ ബാലൻ്റെ വീട്ടിലെത്തിയ കഥ പറയുമ്പോൾ എന്ന സിനിമ ഓർമ്മയുണ്ടാവും. മമ്മൂട്ടിയും ശ്രീനിവാസനും അഭിനയിച്ച ആ സിനിമ. അതുപോലെ ഇതാ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ കണ്ടനാട്ടെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സുഹൃത്താണ് എന്ന് മാത്രമല്ല വ്യക്തിപരമായി കൂടി മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരുടെ അടുത്ത ബന്ധം സൂചിപ്പിക്കുന്ന പല കാര്യങ്ങൾ പിന്നീട് സൂചിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഈ കഥ പറയുമ്പോൾ സിനിമയിലെ ചില മൊമെൻറ്റ്സ് അല്ല, അതിൻ്റെ ത്രെഡിലെ ചില കാര്യങ്ങളെങ്കിലും മമ്മൂട്ടിയുമായി കൂടിയുള്ള വ്യക്തിബന്ധത്തിൻ്റെ അതിൻ്റെ കൂടി സൂചകങ്ങളുള്ളതാണെന്ന് ശ്രീനിവാസൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും ഒരു കഥയാണ് അല്ലെങ്കിൽ ഭാവനയാണ് എങ്കിൽ പോലും മമ്മൂട്ടിയും കുടുംബവും ഇപ്പോൾ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയാണ്. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് ഒരു മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടിയുമായും ഉള്ള ഒരുപാട് സിനിമകൾ, ഒരു മറവത്തൂർ കനവ് ഒരു ഉദാഹരണം. ഒരു മറവത്തൂർ കനവിൽ ശ്രീനിവാസനും മമ്മൂട്ടിയും ഒരുമിച്ചുള്ള അതിലെ മരുത് എന്ന കഥാപാത്രമായിരുന്നു ശ്രീനിവാസന് ഏറെ ചിരിപ്പിച്ചിട്ടുള്ള കഥാപാത്രമാണ്. ഇപ്പോൾ മമ്മൂട്ടിയും സുൽഫത്തും മകൻ വിനീത് ശ്രീനിവാസൻ്റെ ഭാര്യ വിമലയ്ക്കും ഒപ്പം അവിടെ നിൽക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ മമ്മൂട്ടി എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയുമായി വളരെ ആത്മബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു ശ്രീനിവാസൻ. ആ ആത്മബന്ധത്തിൻ്റെ കൂടെ പ്രതിഫലനങ്ങൾ കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അതിലിങ്ങനെ നിഴലിച്ച് പോകുന്നുണ്ട്. ശ്രീനിവാസൻ കല്യാണം കഴിക്കുന്ന സമയത്ത്, ശ്രീനിവാസൻ്റെയും വിമലയുടെയും കല്യാണ സമയത്ത് മമ്മൂട്ടി സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് M. മോഹനൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. M. മോഹനാണ് കഥ പറയുമ്പോൾ സിനിമയുടെ സംവിധായകൻ. ഇത് M. മോഹനൻ ശ്രീനിവാസൻ്റെ അടുത്ത ബന്ധു കൂടിയാണ്. ശ്രീനിവാസൻ്റെ അടുത്ത ബന്ധുവായ M. മോഹനൻ്റെ സംവിധാനത്തിലാണ് കഥ പറയുമ്പോൾ എന്ന സിനിമ ഒരുങ്ങിയത്. കഥ പറയുമ്പോൾ സിനിമയിൽ മമ്മൂട്ടിയും ശ്രീനിവാസനുമാണ് രണ്ട് സുഹൃത്തുക്കളുടെ, അശോക് കുമാറിൻ്റെയും ബാർബറായ ബാലൻ്റെയും ബാല്യകാല സൗഹൃദം പറയുന്ന ആ സൗഹൃദത്തിൻ്റെ ഇഴയടപ്പം പറയുന്ന സിനിമയാണ് കഥ പറയുമ്പോൾ. ഇപ്പോൾ സിനിമാ രംഗത്തു നിന്ന്, ചലച്ചിത്ര രംഗത്തു നിന്നുള്ള നിരവധി പേർ അങ്ങോട്ട് എത്തുകയാണ്. മമ്മൂട്ടി, മഹാനടൻ മമ്മൂട്ടി തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ, സതീർത്ഥ്യനെ, സഹോദരനെ, സഖാവിനെ കാണാനായി എത്തിയ ആ നിമിഷമാണ് നമ്മൾ കണ്ടത്. മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും കണ്ടനാട്ടെ ശ്രീനിവാസന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസനും വിമലയ്ക്കുമൊപ്പം ഇപ്പോൾ മമ്മൂട്ടിയും സുൽഫത്തുമുണ്ട്. മലയാള സിനിമാ ലോകമാകെ വിട നൽകുകയാണ്. മലയാള സിനിമാ ലോകം എന്നല്ല, മലയാളം, നമ്മുടെ മാതൃമലയാളം, നമ്മുടെ നാട് കേരളം, പ്രിയപ്പെട്ട സംവിധായകന്, തിരക്കഥാകൃത്തിന്, നടന് ശ്രീനിവാസൻ എന്ന മലയാളിക്ക് വിട നൽകുകയാണ്.